പടത്തിന്റെ തുടക്കത്തിൽ ഒരുത്തൻ ഒരു ഫ്ലാറ്റിൽ നിന്ന് അപ്പുറത്തെ ഫ്ലാറ്റിക്ക് ചാടി കിടക്കണ്. വെടിവെപ്പ്, പടപടാ വെടിവെപ്പ്. ഇതിന്റെ ഇടയ്ക്ക് നായകന്റെ മേത്തേക്ക് ബോംബ് എറിയണ്. ബോംബ് പൊട്ടിത്തെറിച്ച് നായകൻ ഫ്ലാറ്റിന്റെ താഴെ വീണിട്ട് ചാവാണ്ടിരിക്കണ്. ആശുപത്രി പോണ്. ഒക്കെ പടപടാന്നാണ്. നായകൻ എന്തിട്ടോ ഒരു ഇഞ്ചക്ഷൻ കുത്താണ്. പിന്നെ പാകിസ്ഥാൻ പോലീസുകാരുടെ തള്ളി മറിക്കാണ് നായകനെ കുറിച്ച്. ഈ ശൈലിയിൽ സംസാരിക്കുന്ന ഒരാളെനിക്ക് പരിചയമുണ്ടല്ലോ, ഓർമ്മ കിട്ടല്ലേ? ആ കിട്ടി. ഇത്ര പേരെ കൊന്നിട്ട് അവനെന്താ നിങ്ങൾ വെടിവെച്ച് കൊല്ലാത്തേന്ന് അവിടുത്തെ ഒരു ഓഫീസർ ചോദിക്കും. അവനെ എൻകൗണ്ടർ ചെയ്ത് കൊല്ലുന്നതിന് പകരം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്തിനാണ് ജനാബ്? ഞാൻ പറഞ്ഞുതരാം. നായകനെ കൊന്നാ പിന്നെ എങ്ങനെ കഥ മുന്നോട്ട് പോവാ? ഈ നായകനെ പട്ടി കടിച്ചു തോന്നണ മൊരളിച്ചാണ് കിടന്ന്. ഇവനെന്താ പട്ടിയുടെ കിഡ്നിയാണോ വെച്ചിരിക്കുന്നത്? ഇവൻ ഇതിലെ നായകനെ കാരണം വെടിവെച്ച് കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് അവിടുത്തെ തടവ് പുള്ളികളെ കൊണ്ട് തല്ലിക്കുക അവിടുത്തെ പോലീസുകാര്. ഇത്ര പേര് തല്ലി കഴിഞ്ഞിട്ട് ഒരു മാസം ഡയലോഗ് അടിക്കും നായകൻ. വെള്ളത്തിൽ കുളിക്കാൻ ആഗ്രഹിക്കുന്നവർ മാറി നിൽക്ക്, ചോരയിൽ കുളിക്കാൻ ആഗ്രഹിക്കുന്നവർ. ഇവൻ ആരാന്ന് ഇവന് പോലും അറിയില്ല. എന്നിട്ട് 5 ഭാഷയിൽ ചോദിക്കും ഞാൻ ആരാന്ന്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? താനാരാണെന്ന് തനിക്കറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക, താൻ ആരാണെന്ന്. നിനക്ക് പ്രാന്തായടാ പന്നി. സുഖമില്ലാത്ത ആളാ. തലക്കാ? അപ്പൊ ഇത് പ്രാന്താശുട്ടിയാണല്ലേ? പോലീസുകാര് വെടിവെച്ച് കൊല്ലാണ്ട് വീണ്ടും അവിടെയുള്ള ഒരു ബോഡി ബിൽഡേഴ്സിനൊക്കെ ഇറക്കി അവനെ ഇടിച്ചു കൊല്ലാനായിട്ട് നോക്കും. പിന്നെ അത് നടപടിയാവണ്ടേന്ന് കണ്ടിട്ട് സ്മോക്ക് അവന്റെ മേത്ത് എറിയും. എന്നിട്ട് അവനെ മയക്കും. ഇപ്പൊ വേണമെങ്കിലും അവനെ വെടിവെച്ച് കൊല്ലാം. അത് ചെയ്യില്ല. എന്താണ്? ലെവനൊക്കെ സ്കാൻ ചെയ്തപ്പോഴും മനസ്സിലായ ലെവനും എല്ലാ കാര്യങ്ങളും മറക്കാൻ വേണ്ടി ആരോ ഇഞ്ചക്ഷൻ വെച്ച് കുത്തി. അപ്പൊ അവൻ എല്ലാ കാര്യങ്ങളും മറന്നു. ഇപ്പൊ അവൻ ആരാന്ന് പോലും ഓർമ്മയില്ല. പിന്നെ ഈ ചെങ്ങായി പട്ടി മുരളണ പോലെ കിടന്ന് മുരളും കുറെ നേരം. ഇവനെന്താ പട്ടിയുടെ കിഡ്നിയാണോ വെച്ചിരിക്കുന്നത്? പിന്നെ ഡോക്ടറിന്റെ കുറച്ച് തള്ളു. ഇയാളുടെ ശരീരത്തിലുള്ള ഡ്രഗ്സ് ഒരു ആനയ്ക്ക് ഇഞ്ചക്ട് ചെയ്താൽ അത് 1/2 മണിക്കൂറിനുള്ളിൽ വീഴും. ഇയാളിങ്ങനെ രക്ഷപ്പെട്ടത് ഇറ്റ്സ് എ മിറക്കിൾ. ഞാൻ അവൻ അവിടെയുള്ളവരെല്ലാവരും തല്ലിക്കൊന്ന് തീയിട്ട് രക്ഷപ്പെടും അവിടുന്ന്. ന്യൂസിൽ മൊത്തം ഇവനെ കുറിച്ചുള്ള ന്യൂസാണ്. ഇവനവിടെ കത്തിച്ചു, ആൾക്കാരെ കൊന്നു. ഇവനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം പിടിച്ചു കൊടുക്കണം എന്ന് പറയും. അപ്പം അവിടെയുള്ള ആൾക്കാരെ ന്യൂസ് കാണാം. അപ്പം ആ ന്യൂസ് കാണുന്നവന്മാരുടെ ബാഗിൽ കൂടെ വന്ന് നടന്നു പോകും. അയ്യോ. പിന്നെ നായികനെ കാണിക്കും. നായകനെ കാണാനില്ല എന്ന് പരാതി കൊടുക്കാൻ പോകുന്നതാണ്. നായകൻ പാകിസ്ഥാനിൽ അണ്ടർ കവറായിട്ട് ഒരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് പോയിട്ട് പിന്നെ വന്നില്ല എന്നൊക്കെ പറയും. പിന്നെ അവരാദ്യമായിട്ട് കണ്ടുമുട്ടിയത് ഓർക്കലും പിന്നെ അവരുടെ ലവ് സ്റ്റോറിയും അവരുടെ ഡാൻസും. അയ്യോ എനിക്ക് പറയാൻ വയ്യ ഗൈസ്. പിന്നെ നമ്മുടെ നായകൻ പാകിസ്ഥാനിൽ നിന്ന് മുംബൈക്ക് എത്തും. അവിടെ വെച്ച് ഏതോ ഒരു ടീം സ്നൈപ്പർ കൊണ്ട് സ്കോപ്പ് വെച്ചിട്ട് എയിം ചെയ്യും. എന്നിട്ട് വെടിവെക്കില്ല. എന്തുകൊണ്ട്? ഇതിലെ നായകനായതുകൊണ്ട്. പിന്നെ അവിടെ കിടന്ന് നിന്നിട്ടാണ്ടൊക്കെ കാട്ടിക്കൂട്ടും. അത് കഴിഞ്ഞിട്ട് അവസാനം നായികയുടെ അടുത്തെത്തും. അവര് കെട്ടിപ്പിടിക്കും. ഗായ്സ് ഇനിയാണ് ട്വിസ്റ്റ്. ഇവര് ഡബിളാണ്. ഇതിലെ ഒരാള് കസ്റ്റം ഓഫീസർ, ഒരാള് ഗാങ്സ്റ്റർ. ഒരു ലേലാൻഡും പിന്നെ ഒരു മസ്താങ്ങും കൂടിയുള്ള റേസ് ഉണ്ട്. എന്റെ പൊന്നുമോനെ, നമ്മുടെ ഗാങ്സ്റ്ററിന് ഒരു ഹോബി ഉണ്ട്. തീയിട്ട കാറിന്റെ മുകളിൽ ഇരുന്ന് വർത്താനം പറയും. ഇത് മാത്രല്ല കൊറേ ഉണ്ട്. ഇവൻ വെടിവെച്ച് കൊന്ന ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിക്കും. ഞാൻ സംസാരിപ്പിക്കാം. നിനക്ക് പ്രാന്തായടാ പന്നി. പിന്നെ ആ ഗാങ്സ്റ്റർ ആ കസ്റ്റം ഓഫീസറിന്റെ വൈഫിനെ കസ്റ്റം ഓഫീസർക്ക് തന്നെ തിരിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്വിസ്റ്റ് ആണ് ഗൈസ്. ആ ഗാങ്സ്റ്ററിനെ ബോധം കളഞ്ഞത് 11 എന്നിട്ട് 11 ഗാങ്സ്റ്റർ കൊല്ലും. അത് കഴിഞ്ഞിട്ട് ഈ കസ്റ്റം ഓഫീസർ ആളുമായിട്ട് സംസാരിക്കും. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിൽ നമ്മ തമ്മിൽ തല്ലാം എന്ന് പറഞ്ഞിട്ട് പടം അവസാനിക്കും. പിന്നെ എൻ ക്രെഡിറ്റില് മൂപ്പര് മൊട്ടത്തലേക്ക് അടിച്ചു വന്നിട്ട് ആരാ മാർട്ടിൻ എന്ന് വീണ്ടും ചോദിക്കും. അങ്ങനെ പടം അവസാനിക്കും. Martin.